മെഡിക്കൽ കോളേജിലെ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് കൈമാറും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ ആർക്കും പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജിന്റെ റിപ്പോർട്ടിലുള്ളത്. ഡോക്ടർമാരുടെ അടക്കം മൊഴിയെടുത്തിരുന്നു. എല്ലാ മാനദണ്ഡ പ്രകാരവുമുള്ള ചികിത്സ വേണുവിന് കിട്ടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റ് ഒരു റിപ്പോർട്ട് കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികളൊക്കെ ഉണ്ടാവുക. അമ്പിളി, ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും എത്രയും വേഗം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് കാണിച്ച ഒരു രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുന്നു. അവിടെ ദിവസങ്ങളോളം ആരാലും പരിഗണിക്കപ്പെടാതെ ഒരു രോഗി കിടക്കുന്നു. അവസാനം മരിക്കുമെന്നൊരു നിസ്സഹായാവസ്ഥ വരുമ്പോൾ അദ്ദേഹം സുഹൃത്തുക്കൾക്കടക്കം ചില ശബ്ദ സന്ദേശങ്ങൾ അയക്കുന്നു. ഈ ശബ്ദ സന്ദേശങ്ങൾ അടക്കം പുറത്തു വന്നതോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വീണ്ടും വിവാദങ്ങളിൽ നിറയുന്നത്. അവിടുത്തെ അപര്യാപ്തതകൾ വീണ്ടും പൊതുസമൂഹത്തിന് മുൻപിലെത്തുന്നത്. ഇത്തരത്തിലൊരു രോഗിയുടെ മരണം സംഭവിച്ചിട്ട് പോലും തങ്ങളുടെ ഭാഗത്തു നിന്നും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുൻപ് ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയചന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്രിയാറ്റിൻ ലെവൽ വളരെ കൂടുതലായിരുന്നത് കൊണ്ടാണ് ഈ ആൻജിയോഗ്രാം എത്രയും വേഗം ചെയ്യാൻ സാധിക്കാത്തതെന്നാണ്. എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ വേണുവിന്റെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശമിട്ടിരുന്നു. നാളെ ഈ DME ഈ റിപ്പോർട്ട് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്തെല്ലാം ആയിരിക്കും എന്ന കാര്യം വരിക. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ, നമുക്കറിയാം മുൻപ് യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ ഇദ്ദേഹം ശക്തമായ ഭാഷയിൽ അതിനെ വിമർശിച്ചത് കൊണ്ടാണ് അന്നത്തെ പ്രശ്നങ്ങൾ പൊതുസമൂഹം അറിഞ്ഞത്. അന്ന് ഇദ്ദേഹത്തിനെതിരെ നടപടിക്ക് സാധ്യത ഉണ്ടായിരുന്നെങ്കിലും ശക്തമായിട്ടുള്ള പൊതുജന പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കാത്തത്. ആ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ മെഡിക്കൽ കോളേജിന്റെ അപര്യാപ്തതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വരുന്നത്. ഇതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉള്ളത്. ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിലൊരു പൊതുസമൂഹത്തിന് മുന്നിൽ ഈ മെഡിക്കൽ കോളേജിനെ പറ്റി വിമർശിക്കുന്നത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തേടാനാണ് ഈ മെഡിക്കൽ ആരോഗ്യ വകുപ്പ് ശ്രമിക്കുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് പുറത്തു നടന്ന പൊതുപരിപാടിയിലായതിനാൽ അതിന് സാധ്യമാകുമോ എന്ന കാര്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. അമ്പിളി.